ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് ഓർക്കുന്നു കേട്ടോ. നമുക്കിവിടെ പള്ളിപ്പെരുന്നാൾ തുടങ്ങുവാണ്. 23-ാം തീയതി പെരുന്നാൾ തുടങ്ങും. അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചേക്കുന്നു. 23-ന് പെരുന്നാൾ, അടുത്ത മാസം 1-ാം തീയതി തീരും കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടിപ്പള്ളിയിലെ പെരുന്നാളിന് ഇന്ന് പള്ളിയിൽ പോകണം. ഇന്ന് അവിടെ അടിച്ചു വാരണം, പെരുന്നാളിന് വേണ്ടി തോരൻ ഒക്കെ തൂക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ഓരോ പരിപാടിയുണ്ട്. അപ്പോൾ വൈകുന്നേരം 3 മണിക്ക് പോകണം പള്ളിയിൽ. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ചെണ്ടൻ കപ്പയും കാന്തായും പത്തനമുളക് അരച്ചത് ചമ്മന്തി ആക്കിയതാണ് ഇതാക്കുന്നത്. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം പുഴുങ്ങാൻ വേണ്ടി എല്ലാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടാം, എന്നാൽ നമുക്ക് ഒന്നിച്ചങ്ങ് തുടങ്ങാൻ പരിപാടി നിർത്ത്. അപ്പം ഞാൻ കപ്പ അങ്ങ് അടുപ്പത്ത് വെച്ചു. തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കപ്പ അടുപ്പത്ത് വെച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടത് മുളക്, 2 സൈസ് മുളകുണ്ട്. പിരിയമുളകും ഉണ്ട്, അല്ലാത്ത മുളകും ഉണ്ട് കേട്ടോ. ഇവിടെ എരിവ് നന്നായിട്ട് വേണ്ട കാരണം നല്ല മുളക് വേണം നന്നായിട്ട്. പിന്നെ ചെറിയുള്ളി, അത് കുറച്ചൊരു 10-12 ഉള്ളി. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 ചെറിയ തക്കാളി, കരിയാപ്പല. പുളി വേണ്ടുന്നവർക്കാണെങ്കിൽ പുളി എടുക്കുക. ഇവിടെ എരിവിട്ട് കഴിയുമ്പോൾ പുളീൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് വ്യത്യാസം വരും. അപ്പോൾ പുളി ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുളി ഇടാതെ അതിന് ചെറിയൊരു പുളി ഉണ്ടാവും തക്കാളീൻ്റെ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിക്കുക കേട്ടോ. മുളകൊക്കെ വറക്കണമല്ലോ നന്നായിട്ട്. അപ്പം മുളക് വറക്കാൻ വേണ്ടി വെള്ളം കാണത്തില്ലേ. എണ്ണ ചൂടായി കേട്ടോ. ഞാൻ കുറച്ച് കപ്പ ഊറ്റിയപ്പം വെച്ചതാണ്. മുളകിടാം നമുക്ക്. നന്നായിട്ട് വറക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മുളക് നന്നായിട്ട് മൂത്താലല്ലേ അതിൻ്റെ രുചി വരുള്ളൂ. നന്നായിട്ട് മൂക്കട്ടെ. പൊട്ടിത്തെറിക്കൊക്കെ മാറിയിരിക്കണേ, മുഖമൊക്കെ മാറ്റി പിടിക്കണേ. ഞാൻ മുളക് വറക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചോട്ടിപ്പോയി നിൽക്കല്ലേ. മുളക് മൂത്ത് നമുക്കിത് കോരിയെടുക്കണം. അങ്ങനെ അത് വറുത്ത് ഇനി നമുക്ക് ഉള്ളി വറക്കാം. പിന്നെ എണ്ണ കുറച്ചും കൂടി വെച്ചുള്ളൂ. ഇതിലൂടെ നമുക്ക് കരിയാപ്പിലയും കൂടി ഇടാം കേട്ടോ. നമ്മൾ എന്ത് സാധനം വെക്കുവാണെങ്കിൽ ഇച്ചിരി കരിയാപ്പില ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെക്കാം. അതൊന്നും കുഴപ്പമില്ല, വിഷമൊന്നും ഇല്ലാത്തതായതുകൊണ്ട്. നമ്മൾ എന്ത് സാധനം വെക്കണം, ഒരു നിസാര എണ്ണയും വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് 2 തരി കരിയാപ്പില ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരു സാധനം വേറെ. ആ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിയിലേക്ക് ആ വെള്ളമയം ഒന്ന് മാറണം, നല്ല വറുക്കാൻ പറ്റുള്ളൂ, വറുത്ത് പോരാൻ പറ്റുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും റെഡിയായി. ഇതൊന്ന് മാറ്റട്ടെ. ഇനി നമുക്ക് എണ്ണയില്ലാട്ടോ, ഞാൻ കുറച്ചല്ലേ എണ്ണ ഒഴിച്ചുള്ളൂ. ഇനി കുറച്ച് എണ്ണ വെക്കാം, നമുക്ക് ഒഴിക്കാം. തക്കാളി ഒന്ന് വറുത്തെടുക്കണ്ടേ. ഇനി നമുക്ക് തക്കാളി വെച്ചിടാം. ഒന്ന് അവിടെ ഒന്ന് സെറ്റാവട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ തക്കാളി ഒന്ന് മറിച്ചിടാം. ഒരു സൈഡ് നന്നായിട്ട് വാടി അടുത്ത സൈഡ് കൂടി ആകട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഒന്നും കൂടി അതൊന്ന് റെഡിയാക്കി. അതിൻ്റെ തോല് പൊളിച്ചെടുക്കണ്ടേ, തക്കാളിയുടെ തോല് കൊണ്ടുപോയി അതൊന്നും എടുക്കാം. തോല് വേണ്ട, അത് നമുക്ക് കളഞ്ഞാൽ. അങ്ങനെ
തക്കാളി ഇങ്ങനെ ആക്കി എടുത്തു. ഇനി എൻ്റെ ചോപ്പർ കൂട്ടിൻ്റെ കൊണ്ട് ഞാനൊന്ന് ഇതാക്കട്ടെ. കൈ മുറിഞ്ഞിരിക്കുന്നതാണ്, തിരുമാൻ പറ്റില്ല. അപ്പം ചോപ്പർ കൂട്ടിൻ്റെ അകത്തിലിട്ടൊന്ന് ശരിക്കും ഒന്ന് വലിച്ച് കൊണ്ടുവരാം, കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചോപ്പർ കൂട്ടിൻ്റെ അകത്ത് ആക്കിയതാണേ. ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഉച്ചയ്ക്ക് ഒക്കെ വേണമെന്ന് പറഞ്ഞു, ചോറിനൊക്കെ വേണമെന്ന് പറഞ്ഞ കാരണം കപ്പയ്ക്ക് മാത്രം മതി. അവർക്ക് ഇങ്ങനെ മുളക് അരച്ചൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മുളക് അരച്ച് വെക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. കാണുന്നില്ലേ, ഉരുട്ടിയെടുക്കണം. എൻ്റെ കൈ മുറിഞ്ഞത് കൊണ്ട് എനിക്ക് അതുകൊണ്ടാട്ടോ ഞാൻ ഉരുട്ടാത്ത. ഉരുട്ടിയ പോലെ ഞാൻ ആക്കിത്തരാം, കാണിച്ചു തരാം. നോക്കട്ടെ പുളി അല്ല ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. നല്ല എരിവും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. തക്കാളീൻ്റെ ആ പുളിയില്ലേ, ആ ചെറുപുളി അതുണ്ട് കേട്ടോ. മുളക് അരയ്ക്കുന്നതിൻ്റെ അകത്ത് പുളി ചേർക്കുന്നത് ഇഷ്ടമല്ല, എൻ്റെ ആർക്കും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ പറയണേ, കമൻ്റ് ഇടണം കേട്ടോ. അപ്പം ചെണ്ടൻ കപ്പയും മുളകും കട്ടൻ ചായ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കാണിച്ച് ഞാൻ കൊതിപ്പിക്കുമെന്ന് പറയരുത് കേട്ടോ. സൂപ്പറാട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ ചെണ്ടൻ കപ്പയും പത്തനമുളക് അരച്ചതും കട്ടൻ ചായ സൂപ്പറാണേ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം, എങ്ങനെയുണ്ടെന്നൊക്കെ. നിങ്ങൾ കഴിച്ചോ ഇല്ലെന്നൊക്കെ കമൻറ്റ് വിടണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യണേ, മറക്കല്ലേ എന്നെ. ബായ്. ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.